സർ, ഒരു സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ തീർക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കാണുന്നത്. പക്ഷേ അമ്മ എന്ന് പറയുന്ന താരസംഘടനയെ സംബന്ധിച്ച് അത് അത്തരത്തിൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല. എന്നൊക്കെ എപ്പോഴൊക്കെ അമ്മയ്ക്കുള്ളിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ മാധ്യമങ്ങളിലും വലിയ വാർത്തയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിൽ ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾ അവർ കൂടിച്ചേർന്നിരുന്ന് പരിഹരിക്കേണ്ടിയിരുന്ന ഒരു വിഷയമാണ് വലിയ രീതിയിൽ കോടതിയും കേസും മീഡിയയും ഒക്കെയായി ഇപ്പോൾ വലിയ പൊല്ലാപ്പായി മാറുന്നത്. എന്തുകൊണ്ടായിരിക്കാം നിരന്തരം അമ്മയ്ക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ഇതിൽ ഇടപെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം അവർക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തത്? ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അമ്മയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ സെലിബ്രിറ്റികളുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരൻ എത്ര വലിയ ആളായാലും അവര് കുറച്ച് ആൾക്കാരെ എവിടെ കൂടിയാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്, ആ ഒരു അട്രാക്ഷൻ. അത് സാഹിത്യകാരന്മാരായാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, സിനിമ അഭിനയം തൊഴിലാക്കി നടക്കുന്നവർ എവിടെങ്കിലും കൂടുമ്പോൾ എവിടെങ്കിലും വരുമ്പോൾ എന്തോ ജനങ്ങൾക്ക് ഒരു വിഭ്രാന്തിയോ ഒരു ഇതാണ്. അവരവിടെ തടിച്ചുകൂടുന്നു, അവരെ ശ്രദ്ധിക്കുന്നു, അവരുടെ മൂവ്മെന്റുകൾ ശ്രദ്ധിക്കുന്നു. സത്യത്തിൽ ഈ മൂന്ന് വിഭാഗങ്ങളെ നമ്മൾ പ്രത്യേകമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്നവരാണ് ഈ അഭിനയിക്കുന്നവരാണ് എന്നാണ് ഞാൻ പറയാ. പക്ഷെ അത് പറഞ്ഞ് നമ്മൾ കളിയാക്കാൻ പറ്റില്ല. പക്ഷെ ജനങ്ങളുടെ മനോഭാവം ഇവർ വലിയ ഒരു എന്തോ സംഭവമാണെന്നുള്ള നിലയ്ക്കാണ് ഇവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും അത് സാമൂഹ്യ മാധ്യമത്തിലും സമൂഹത്തിലും വലിയൊരു സംഭവമായി മാറുന്നത്. എന്ത് വൃത്തികേട് കാട്ടിയാലും എന്ത് നല്ലത് ചെയ്താലും അവർക്ക് അവരുടെ ആ ഇത് കൂടി വരുന്ന വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത്. ഇത് ഇപ്പോ അവരുടെ സംഘടന ഇതുവരെ പുരുഷന്മാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അത് അവര് തന്നെ സ്ത്രീകളുടെ കൈകളിൽ അത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ സ്ത്രീകളുടെ കൈകൾ ഏൽപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് പഴയതിൽ നിന്നും വളരെ ശക്തമായിട്ട് ഇതിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള വൃത്തികേടുകളും ആ പേക്കൂത്തുകളും ഒന്നും കേൾക്കാതെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോ അതിലും വലിയ നാറ്റക്കേസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളുടെ മുന്നിലും യാതൊരു പേടിയുമില്ലാതെ ഓരോ ഗ്രൂപ്പുകളും തരംതിരിഞ്ഞു നിന്ന് സകലതും വിളിച്ചു പറയുന്ന ഒരു വൃത്തി, ഇത് എന്താന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും മൂർധന്യത്തിൽ ഈ പ്രശ്നങ്ങൾ എത്തുമ്പോൾ നമ്മുടെ നമ്മുടെ ടൂറിസം മന്ത്രി വിഷ്ണുനാഥ് മിനിഞ്ഞാന്ന് ഓപ്പണായിട്ട് ടിവിക്കാരോട് പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഈ AMMAയിലെ പുള്ളി അമ്മ എന്നാട്ടോ പറഞ്ഞത്. ഞാൻ അമ്മ എന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. കാരണം ഈ അമ്മ എന്നുള്ള പേര് പോലും അതിനെ പറയാൻ ഇപ്പോ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐശ്വര്യമാണ്. അത് ഇവിടെ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. പക്ഷെ വിഷ്ണുനാഥ് പറയുന്നുണ്ട് ഇത് ഈ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ സാംസ്കാരിക വിനോദ അതിനൊക്കെ ഉള്ള ഒരു മീഡിയയാണ്. അതിങ്ങനെ മോശപ്പെട്ടു പോകരുത്. അവിടെ നടക്കുന്ന ഈ എന്ത് സംഭവമായാലും അതിലെ തലമുതിർന്നവര് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം തീർക്കണം. മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ അതിൽ ഇടപെടാൻ താല്പര്യവുമില്ല. ഇതിങ്ങനെ മോശമായി പോകുന്നത് സമൂഹത്തിന് നല്ലതല്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന വീഡിയോ കൂടി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വിഷ്ണുനാഥ് ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മയിലെ സൂപ്പർ സ്റ്റാറുകളായി ചമഞ്ഞു നടക്കുന്നവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം തീർക്കാത്തത്, ഈ പ്രശ്നത്തിൽ ഇടപെടാത്തത്? ഇതൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ അമ്മയിലെ ഒരു അതിജീവിത അതിഭീകരമായ ഒരു പീഡനത്തിന് ഒരു 9 കൊല്ലം വിധേയമായിട്ട് അതൊരു കാറിൽ വെച്ച് അത് വലിയൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് ആദ്യഘട്ടത്തിൽ കോടതി ആ അതിജീവിതയ്ക്ക് എതിരായിട്ടുള്ള വിധിയാണ് കൊടുത്തത്.
അതിന്റെ അർത്ഥം എന്താണ്? ആ കാലഘട്ടത്തിൽ ആ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടുപോയ സർക്കാർ അതിൽ പരാജയം പൂർണ്ണമായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോ ആ കേസ് വീണ്ടും പുതിയ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി അതിലെ കുറച്ച് എന്താ പറയുക, ആത്മാർത്ഥതയുള്ള കുറച്ച് മെമ്പേഴ്സ് കൂടി ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കി ആ കേസ് ഇപ്പൊ വീണ്ടും കോടതിയിലേക്ക് ആ തെളിവുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടും വലിയൊരു സംഭവമുണ്ട്. ആ കഴിഞ്ഞ സർക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഈ AMMയുടെ ഉള്ളിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അതായത് സ്ത്രീ പീഡനവുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് 10-30 കൊല്ലം മുമ്പ് തൊട്ട് നടന്ന ഓരോ പീഡനങ്ങളും ഇപ്പോഴത് വിളിച്ചു പറഞ്ഞ് ഓരോരുത്തരെ വിഷമിക്കുന്നതും ഉള്ളതും ഇല്ലാത്തതുമായ പല സംഭവങ്ങളും വന്നപ്പോ കഴിഞ്ഞ സർക്കാരും ഈ WCCയുടെ റിക്വസ്റ്റും കൂടി ആയപ്പോ ഒരു ഹേമ കമ്മീഷൻ ഉണ്ടാക്കി ഇതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹേമ കമ്മിറ്റി ഇൻഡിവിജ്വലായിട്ട് ഈ AMMയിലെ ഓരോ മെമ്പേഴ്സിനെയും പ്രത്യേകിച്ച് വനിതകളെ വിളിച്ച് രഹസ്യമായി കാര്യങ്ങൾ ചോദിച്ച് മൊഴിയെടുത്ത് ഒരു 6 മാസം 1 കൊല്ലം എടുത്തു. അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് സർക്കാരിൽ ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? സർക്കാർ റിപ്പോർട്ട് കണ്ടു വായിച്ചിട്ട് അന്നത്തെ സിനിമാ മന്ത്രി ഞെട്ടിപ്പോയിട്ട് അത് മൂടി വെച്ചു, പുറത്തു പറയാൻ നിന്നില്ല. കാരണം ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് ആ മന്ത്രിക്ക് അറിയായിരുന്നു. അങ്ങനെ ഇത് തൽക്കാലം മൂടി വെച്ചു. പക്ഷെ വീണ്ടും ഈ WCCയോ ഇവരൊക്കെ അതിൽ ഇടപെട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ സർക്കാരിന് ഗത്യന്തരമില്ലാതെ ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. അതിന്റെ സ്റ്റെപ്പുകളായി മുന്നോട്ട് പോയപ്പോൾ ഈ ഓരോരുത്തരെ വിളിച്ച് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാര് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ ഫീൽഡിലുള്ള പല പ്രഗത്ഭരും അന്നത്തെ പല ഭാരവാഹികളും രാജിവെച്ച് തന്നെ അമ്മയിൽ നിന്ന് പോയി. അങ്ങനെയാണ് അമ്മയിലെ സ്ഥിരമായിരിക്കുന്ന പലരും ആ സ്ഥാനം തന്നെ ഒഴിഞ്ഞു ഓടി അവിടെ നിന്ന് തലയിൽ മുണ്ടൂട്ടിട്ട്. അതാണ് അതിന്റെ സത്യം. പക്ഷെ ഇപ്പോ എന്തുണ്ടായി? അത് ഈ സർക്കാർ ഈ മുകളിലിരിക്കുന്നവരുടെ വലിയ തരത്തിലുള്ള അവരെ കുപ്പിയിലാക്കിയിട്ട് ആ ഹേമ കമ്മിറ്റി വീണ്ടും ഇപ്പൊ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്റെ ഒരു റിക്വസ്റ്റ്, ഈ പുതിയ മന്ത്രി ഈ വിഷയങ്ങൾ മുഴുവൻ തന്നെ രഹസ്യമായിട്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ആ കമ്മീഷൻ ഉണ്ടാക്കിയ റിപ്പോർട്ടിൽ തെറ്റായവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അപ്പോഴാണ് ഇപ്പോൾ കാണുന്ന ഈ പ്രശ്നത്തിനും എല്ലാത്തിനും ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സൂപ്പർ സ്റ്റാറുകളായ മുതിർന്നവർ ശബ്ദമുണ്ടാക്കാതെ പളുങ്ങിയിരിക്കുക തന്നെ ചെയ്യും. അതാണ് അതിന്റെ സത്യം. യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കാതിരുന്ന ഒരു സംസ്ഥാന സർക്കാരായിരുന്നു മുന്നിലെത്തത്. വീണ്ടും അമ്മയിൽ പുകയുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ താരസംഘടനയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം കൂടുതൽ മാധ്യമങ്ങളിലേക്ക് കൂടി പടരുന്ന സാഹചര്യത്തിൽ ഏതു നിലയിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും എന്നതും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.